ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു JhillMill. ഇന്ന് നമുക്ക് സിമ്പിളായിട്ടൊരു ഫ്രെയിം എങ്ങനെ ചെയ്തെടുക്കാം എന്ന് നോക്കാം. അതിൻ്റെ കൂടെ തന്നെ ചില കോഡ്സുകളിൽ നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടാവും, അതിൻ്റെ ബാക്കിൽ ഒരു കളേർഡ് ആയിട്ടുള്ളൊരു ബാക്ക്ഗ്രൗണ്ട് കാണും. ഈ ബാക്ക്ഗ്രൗണ്ട് ഒരു ഈസി വേയിൽ എങ്ങനെ ചെയ്തെടുക്കാമെന്നും ഇന്നത്തെ വീഡിയോയിൽ നമുക്ക് നോക്കാം. അപ്പോൾ വീഡിയോയിലേക്ക് കടക്കുന്നതിന് മുമ്പ് ഞാൻ എന്നും പറയുന്നത് പോലെ ഈ ചാനലിലെ വീഡിയോ നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. പിന്നെ ഈ വീഡിയോസൊക്കെ യൂസ്ഫുൾ ആയിട്ട് തോന്നുന്നുണ്ടെങ്കിൽ ഫ്രണ്ട്സിനും ഫാമിലിക്കും ഒക്കെ ഒന്ന് ഷെയർ ചെയ്തേക്കണം. അപ്പോൾ നമുക്കിനി വീഡിയോയിലേക്ക് കടക്കാം. ഫസ്റ്റ് തന്നെ നമുക്കൊരു കാർഡ്ബോർഡ് പീസ് വേണം. ഞാനിപ്പോൾ ഇവിടെ ഈ ഒരു സൈസിലാണ് കാർഡ്ബോർഡ് പീസ് കട്ട് ചെയ്തെടുത്തിരിക്കുന്നത്. നിങ്ങൾക്ക് നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് ഫ്രെയിം എത്രയാണോ വേണ്ടത് അതനുസരിച്ച് കാർഡ്ബോർഡ് പീസ് കട്ട് ചെയ്തെടുക്കാം. എന്നിട്ട് ഈ കാർഡ്ബോർഡ് പീസിൻ്റെ 4 സൈഡിലും നമ്മൾ ബോർഡർ വരച്ചു കൊടുക്കുകയാണ്. ഈ ബോർഡറാണ് നമ്മുടെ ഫ്രെയിമിൻ്റെ തിക്നെസ്. അത് നമുക്ക് ഇഷ്ടമുള്ളത് ചൂസ് ചെയ്യാം. ഞാനിപ്പോൾ ഈ സ്കെയിലിൻ്റെ ഒരു അളവിലാണ് ഞാൻ ബോർഡർ ചൂസ് ചെയ്തിരിക്കുന്നത്. നിങ്ങൾക്ക് കുറച്ച് തിന്നായിട്ട് മതിയെങ്കിൽ അതനുസരിച്ച് ബോർഡർ വരച്ചു കൊടുക്കുക. അതിനുശേഷം ഈ ബോർഡർ വരച്ചതിൻ്റെ അകത്തെ പീസ് നമ്മൾ കട്ട് ചെയ്ത് മാറ്റണം. ഇനി നമ്മൾ കട്ട് ചെയ്തിരിക്കുന്ന കാർഡ്ബോർഡിനേക്കാളും കുറച്ച് സൈസ് വലുപ്പത്തിൽ നമ്മൾ ഏത് കളറാണോ നമുക്ക് ഫ്രെയിം ആവശ്യം ആ കളറിലൊരു പേപ്പർ പീസ് കട്ട് ചെയ്തെടുക്കണം. ഞാനിവിടെ ഒരു ഗിഫ്റ്റ് റാപ്പറാണ് യൂസ് ചെയ്യുന്നത്. നമ്മൾ ഈ ഫ്രെയിമിൻ്റെ ബാക്ക് സൈഡിലേക്കാണ് ഈ പേപ്പർ ഒട്ടിച്ചു കൊടുക്കുന്നത്. അപ്പോൾ ഈ പേപ്പർ അതനുസരിച്ച് നമ്മൾ ഈ കാർഡ്ബോർഡിലേക്ക് വെക്കുക. ഈ കാർഡ്ബോർഡ് ഇങ്ങനെ വെച്ചതിന് ശേഷം നമ്മൾ ഈ പേപ്പറിൻ്റെ 2 ഓപ്പോസിറ്റ് സൈഡിൽ ഗ്ലൂ അപ്ലൈ ചെയ്യുക. എന്നിട്ട് ഈ കാർഡ്ബോർഡിലേക്ക് ഈ ഒരു രീതിയിൽ മടക്കി ഒട്ടിച്ചു കൊടുക്കുക. ഇനി ഈ മടക്കിയിരിക്കുന്നതിൻ്റെ 4 സൈഡിലും ഈ കാർഡ്ബോർഡിലേക്ക് ഒട്ടിക്കാത്ത കുറച്ച് ഭാഗമുണ്ട്, ആ ഭാഗം ഒന്ന് കട്ട് ചെയ്ത് കൊടുക്കുക. അങ്ങനെ 4 സൈഡിലും നമ്മൾ ആ ഒരു പീസ് കട്ട് ചെയ്തതിന് ശേഷം നമ്മൾ ബാക്കി 2 സൈഡും കൂടി നമ്മൾ ഈ കാർഡ്ബോർഡിലേക്ക് ഒട്ടിച്ചു കൊടുക്കുക. ഇനി നെക്സ്റ്റ് സ്റ്റെപ്പ് എന്ന് പറയുന്നത് നമ്മൾ ഈ നടുക്കത്തെ പേപ്പർ ഒട്ടിച്ച ഭാഗത്ത് ഒരു ക്രോസ് പോലെ വരച്ചിട്ട് അതൊന്ന് കട്ട് ചെയ്യുക, ക്രോസ് പോലെ തന്നെ. എന്നിട്ട് ഓരോ പീസിലും നമ്മൾ ഇതേപോലെ ഒന്ന് കട്ട് ചെയ്തിട്ട് ആ ഭാഗം നമ്മൾ ഈ കാർഡ്ബോർഡിലേക്ക് തിരിച്ചൊട്ടിച്ചു കൊടുക്കുക. അങ്ങനെ നമ്മളത് 4 സൈഡിലും ഈ ഒരു സെയിം സ്റ്റെപ്പ് ഫോളോ ചെയ്യുക, ഒരേപോലെ തന്നെ ചെയ്തെടുക്കുക. അങ്ങനെ നമ്മുടെ ഫ്രെയിമിൻ്റെ ഒരു ഔട്ടർ പാർട്ട് റെഡി ആയിട്ടുണ്ട്. ഇനി നെക്സ്റ്റ് സ്റ്റെപ്പ് എന്ന് പറയുന്നത് നമ്മുടെ ഫ്രെയിമിനേക്കാളും ഒരു 1/2 സെൻറ്റിമീറ്റർ എല്ലാ ഭാഗത്തും കുറവായിട്ടുള്ള സൈസിൽ ഒരു ചാർട്ട് പേപ്പർ കട്ട് ചെയ്തെടുക്കുക. എന്നിട്ട് അതിൻ്റെ 3 വശത്തും നമ്മൾ ഗ്ലൂ അപ്ലൈ ചെയ്യുക അറ്റത്തായിട്ട്. എന്നിട്ട് ഈ ഫ്രെയിമിൻ്റെ ബാക്കിലേക്ക് ഈ ഒരു രീതിയിൽ ഒട്ടിച്ചു കൊടുക്കുക. ഇനി അടുത്ത സ്റ്റെപ്പ് എന്ന് പറയുന്നത് നമ്മളുടെ ഫ്രെയിമിൻ്റെ ഡിസ്പ്ലേ വരുന്ന ഭാഗത്തെ സൈസിനേക്കാളും ഒരു 0.2 അല്ലെങ്കിൽ ഒരു 0.3 സെൻറ്റിമീറ്റർ കൂടുതൽ സൈസിൽ ഒരു പേപ്പർ കട്ട് ചെയ്തെടുക്കുക. ഈ പേപ്പറിലേക്കാണ് നമ്മൾ നേരത്തെ പറഞ്ഞ ആ കളേർഡ് ബാക്ക്ഗ്രൗണ്ട് ചെയ്തെടുക്കാൻ പോകുന്നത്. അതിനുവേണ്ടി ഞാനിവിടെ ഒരു പ്ലാസ്റ്റിക് ഷീറ്റ് എടുത്തിട്ടുണ്ട്. ഇതൊരു നോർമൽ പ്ലാസ്റ്റിക് ഷീറ്റാണ്. അതിലേക്ക് ഞാനിവിടെ വാട്ടർ കളറിൻ്റെ ബ്രഷ് പെൻ യൂസ് ചെയ്ത് ജസ്റ്റ് 2-3 ലൈൻ വരയ്ക്കുന്നുണ്ട്. എന്നിട്ട് അതിലേക്ക് ഞാനിപ്പോൾ ഒരു സിറിഞ്ചാണ് യൂസ് ചെയ്തിരിക്കുന്നത്. കുറച്ച് വെള്ളം ഇതേപോലെ ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുവാണ്. വെള്ളം അധികം ആവാണ്ടിരിക്കാനാണ് സിറിഞ്ച് യൂസ് ചെയ്തത്. എന്നിട്ട് ഈ ഷീറ്റ് നമ്മൾ ഈ പേപ്പറിലേക്ക് ഒന്ന് വെച്ച് പ്രസ് ചെയ്ത് കൊടുക്കുക. ഒരു 3 to 5 സെക്കൻഡ്സ് കഴിയുമ്പോൾ ഈ പ്ലാസ്റ്റിക് ഷീറ്റ് മാറ്റാം. എന്നിട്ട് ഈ കളറ് ഈ പേപ്പറിൽ ഒന്ന് ഡ്രൈ ആയതിന് ശേഷം നമുക്ക് ഇഷ്ടാനുസരണം നമുക്ക് ആവശ്യമുള്ള കോഡ്സ് ഇതിലേക്ക് എഴുതി കൊടുക്കാവുന്നതാണ്. നമ്മുടെ ഈ കോഡ്സ് നമ്മൾ ചെയ്തു വെച്ചിരിക്കുന്ന ഫ്രെയിമിലേക്ക് ഈ ഒരു രീതിയിൽ നമുക്ക് വെച്ച് കൊടുക്കാവുന്നതേ ഉള്ളൂ. കോഡ്സ് മാത്രമല്ല കേട്ടോ, നമുക്ക് ഫോട്ടോസ് വേണമെങ്കിലും നമുക്ക് ആവശ്യത്തിനനുസരിച്ചുള്ള സൈസിൽ പ്രിൻ്റ് എടുത്തിട്ട് ഇതേപോലെ കട്ട് ചെയ്ത് ഇങ്ങനെ വെച്ച് കൊടുക്കാവുന്നതേ ഉള്ളൂ. ഇതിന് വലിയ പൈസ ചിലവില്ല, നമുക്ക് എളുപ്പത്തിൽ ചെയ്തെടുക്കാനും പറ്റും. ഞാനിവിടെ ഡബിൾ സൈഡ് ടേപ്പ് യൂസ് ചെയ്തിട്ടാണ് ഇത് വാളിൽ സ്റ്റിക്ക് ചെയ്തിരിക്കുന്നത്. നമുക്ക് വേണമെങ്കിൽ ത്രെഡ് ഗ്ലൂ ഗൺ യൂസ് ചെയ്തിട്ട് ബാക്കിൽ ഒട്ടിച്ചു കൊടുക്കാം. എന്നിട്ട് ഈ ഫ്രെയിം നമുക്ക് ഹാങ്ങും ചെയ്യാം. ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഇഷ്ടപ്പെട്ടെങ്കിൽ എല്ലാവരും ലൈക്ക് ചെയ്യണം, അഭിപ്രായങ്ങളെല്ലാം കമൻറ്റ് ചെയ്യണം. മറ്റൊരു ക്രാഫ്റ്റ് വീഡിയോ ആയിട്ട് നമുക്ക് അടുത്ത ആഴ്ച കാണാം. Until then, bye from JhillMill. Thank you.